നീ പറയുന്ന കേക്ക് എനിക്ക് എന്ത് പറയണ്ട. ആറാ ബാക്കില്. ഓ ശ്രീജ, നീ എപ്പത്തിയ? എന്റെ മോനെ എന്താ പരിപാടി? എന്താ നിന്നും പരിപാടി ഉണ്ടാ? പരിപാടിന്റെ പേരുണ്ടോ? കൊല്ലാനോ? ചില കൊല്ലാണ്ട ടീമിൽ തപ്പത്താല് വന്നിട്ട് ബലി ചോറയാക്കുന്ന ചായൻ്റെത്. ആ നായി പന്നിക്കൊല്ല പൊട്ടമാറുന്നായി. അത് ഭയങ്കര ഇതാകുന്നേ, ഭയങ്കര നമുക്ക് ചേട്ടാനായി വാനി. നീ അതൊന്നും ടെൻഷൻ ആക്കണ്ട, നമുക്കത് ഇതാക്കാം. നീ കാറോട്ടോ കൈ അങ്ക കാറോട്ടോ. നീ ആർച്ചക്കന്നെ കൊണ്ടാണ് ഞാൻ വെടിവെക്കുന്നു കുറെ പറഞ്ഞ അങ്ക വെടിവെക്കണം. അത് ഞാൻ സീജനോട് പറയാം, നീ മുണ്ടാണ്ടിക്ക് സീജ ഓട്ടും. ആ നിനക്ക് പ്ലാന് പറഞ്ഞെടുത്തിട്ട് അതിനെ ഉൾട്ടാക്കിട്ട് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ആയി ഞാൻ കാറോട്ടില്ല, ഞാൻ കാറോട്ടില്ല, ഞങ്ങൾക്ക് വെടിവെക്കാം. ഏശി ബെല്ല ചോറയല്ലേ ചായൻ്റെത്. എല്ലാവരും പോയി വണ്ടിയിലേറി. എല്ലാവരും വണ്ടിയിലേറി. ഞാൻ തന്നെയല്ല എന്തായാലും ഓട്ടണ്ടേ. നീ എന്നെ ഓട്ടണ്ടേ? എല്ലാവരും വണ്ടിയിലേറ്. നമ്മുടെ സീജോട്ടും കാറ്. അപ്പൊ നേരത്തേക്ക് പോണ്ടേ പറ. അതിൽ സീജ നമുക്ക് ഒരു ഈ സ്ഥലമുണ്ട്. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. കുച്ചിപ്പുടി അറിയൊരു സ്ഥലമുണ്ട്, അതറിയോ? അതറിയോ, അതറിയും. അവിടെ പോയാൽ മതി. അവിടെ പോയിട്ട് ഞാൻ പറയും പോലെ മതി കേട്ടാ. നീ അവിടെ പോയിട്ട് 2-3 ഗ്യാങ് ഉണ്ട്. ഗ്യാങ് തടെ കൊല്ലണം, മനസ്സിലായി? ആ നായി പെട്ടെന്നായില്ലേ, അതിനെ കൊല്ലണം. അതിന് കുറേ ദിവസം ഇവന് നായി പൊട്ടെന്നല്ല വിളിക്കുന്നത്. എൻ്റെ കാലിക്ക് പിന്നെ അന്ന് ഇവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബേജാറായി. അങ്ങനെ ബേജാറായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർക്കുന്നത്. അപ്പോൾ അവനെ കൊല്ലണം, മനസ്സിലായ? മനസ്സിലായി. ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടാ ബൈ, നീ എന്ത് കളിക്കുന്നേ? എനിക്ക് ഞാൻ ഇൻട്രോ പറയാ. നീ കാറോട്ടെ എനിക്ക് ചിലപ്പോൾ പൊളിച്ചെടുക്കണം. എനിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങന്മാർക്കും മരിക്കും കൊണ്ട് സ്വാഗതം കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ കുച്ചപ്പെട്ടി സ്ഥലത്ത് പോയിട്ട് 2 പേരെ കൊല്ലൽ. എടാ ഇതെല്ലാം പുറതി പഠിച്ചേ? ഞാൻ എന്റെ എല്ലാ ചാനലിന്റെ വീടെല്ലാം നോക്കലുണ്ട്. അങ്ങനെ പഠിച്ചേ. ബിഗ് സ്മോക്കെ സ്വീറ്റ് ഭയങ്കര ആളെന്നെ യോനി. അതെ ഭയങ്കര ആളെന്നെ. അതെ ഭയങ്കര ആളെന്നെപ്പാ. ചങ്ങായി നിന്റെ വീഡിയോയിൽ എപ്പോഴും നോക്കലുണ്ട്. അത് പറഞ്ഞ ശരി തന്നെ, ഓൻ എപ്പോഴും നിന്റെ വീഡിയോ നോക്കലുണ്ട്. പിന്നെ ഒരു കാര്യം, ഓറെ കൊന്നിട്ട് പോയി കേസാങ് എന്താക്കും? അത് കേസായി നമ്മ പോലീസിന്റെ പഠിച്ച പായില്ലെണ്ണ. നമുക്ക് നിന്നോട് ഞാനല്ലേ പറഞ്ഞേ, നമ്മ പോലീസിന്റെ കണ്ണങ്ങ മിഞ്ഞാതെ പറഞ്ഞല്ലേ പായ. നമ്മ മീനാണ് അങ്ങനല്ലേ പായത്. അങ്ങനല്ല, ഞാൻ ബയ്യൊരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം എല്ലാവരും തോക്കെടുത്താ റെഡി ആയിട്ട് നിന്നല്ല. ഇപ്പം ഞാനിപ്പോൾ വിടും. നീ വിട്ടോടാ, നീ എന്താക്കണ്ടേ, എല്ലാം ഞമ്മ നോക്കിക്കോളാം. അപ്പം ഞാൻ വണ്ടി ഓട്ടണ്ടേ? വണ്ടി ഓട്ടണം. പിന്നെന്താ എന്തോ ആക്കണ്ട പറഞ്ഞേ? അത് നീ വെടിയാക്കണ്ടാന്ന്. സെറ്റ് ഞാൻ വെടിവെക്കും. ഞാൻ ഫസ്റ്റ് ഞാൻ വെടിവെക്കും, എന്നിട്ട് നീ വെടിവെച്ചാ കേട്ടോ. ഞാൻ വെടിവെക്കുന്നല്ലേ പറഞ്ഞ. അയ്യോ എനിക്കല്ല നിക്കടാട് മാറി. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചെങ്കിൽ ബാക്കി ഞാൻ പറയാം. എല്ലാവരും ലൈക്കില്ലേ മറ്റേ സാധനം തംസപ്പ് അത് നിൽക്കണം. എന്നിട്ട് ഒരു സാധനം ഉണ്ടാവും താഴെ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സാധനം നിൽക്കണം. എന്നിട്ട് തൊട്ടടുത്തുള്ള മണിയില്ല, മറ്റേ മണി സൈക്കിളിലുള്ള മറ്റേ ഇങ്ങനെ മണി പുല്ല് ടൈപ്പ് കമ്പുമ്പോൾ അങ്ങനത്തെ മണി ഉണ്ട്. ആ മണിയൊന്നും അടിക്കണം കേട്ടോ. കണ്ട ഗൈസ്, നമ്മളുടെ റൈഡർ ആണെങ്കിൽ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് വിശദീകരിച്ച് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഉറപ്പായും ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇവന് ചെയ്യണം സബ്സ്ക്രൈബ്. നമുക്കിനി കുറച്ച് പേരും കൂടി കൊല്ലാണ്ട് ഗൈസ്. നമ്മൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച് പോകാം. ഇന്നാ പിടിച്ചോ. കണ്ട ഗൈസ്, നമ്മളെല്ലാവരും ഇന്നാ പിടിച്ചോ പറഞ്ഞിട്ടാണ് ഇവരെ കൊന്നത്. ഇനെന്താക്കും? അയ്യോ സീജെ, പോലീസ് കേസായി. ഇനെന്ത് ചെയ്യും? ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നോക്കാം എൻ്റെ പ്ലാന്. നമ്മ പെയിന്റിന്റെ പീടിയുണ്ടല്ലോ, ഈ വണ്ടിക്കെല്ലാം പെയിന്റ് അടിക്കുന്നത്, ആ പീടിയിലായിട്ട് പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ചിട്ട് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ പിന്നെ ജീവൻ മരണ പോരാട്ടം തന്നെ. ഞാനല്ലേ വണ്ടി ഓട്ടുന്നത്, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് നോക്കാം. സ്പ്രേ അടിച്ചിട്ടായിട്ട് ബാക്കി കാര്യം ഉണ്ടാക്കാം. ഇപ്പോൾ സ്പ്രേ അടിച്ചിട്ടായിട്ട് കേസ് നിലനിൽക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒറ്റ വീട്ടിൽ വിടാം. പോലീസ് റൈഡർ പാട്ടെല്ലാം തുടങ്ങിയല്ലോ നീ. ആദ്യം നമ്മൾ രക്ഷപ്പെട്ടോട്ട്. കേസ് ഇപ്പോൾ മോന്തിയായി, കേസ് അസ്തമയായി. കേസ് അപ്പോൾ നമുക്ക് സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് കാണാം ഗൈസ്. കേസ് അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് കേസ് ഇതുവരായിട്ട് പോയിട്ടാ. അണ്ണാ എന്നെന്ത് ചെയ്യും? ഞാൻ ഇതുവരായിട്ട് ആരോടും മുണ്ടിട്ടാ. ഞാൻ മുണ്ടിട്ട് നീ പേം വിടറ. അതിന് മുതൽ ഞാൻ മുണ്ടിക്കൊള്ളും ഗൈസ്. അപ്പൊ നമ്മളെ ജീവൻ മരണ പോരാട്ടം കളിക്കാൻ പോവാണ് ഗൈസ്. അതെ. എടാ റൈഡറെ, നീ അതിന്റെ അടുക്ക് വന്നിട്ട് മുണ്ടാണ്. നിന്റെ കോമിനിട്ട് തരുന്ന നായേ മുണ്ടാണിക്ക് വന്നീ. അപ്പൊ ഞാൻ നിന്നെന്ത് പറയൂല. അവിടുന്ന് എന്താവാ എന്തോ ചാവാടുന്നാ മതിയായിരുന്നു. നമ്മളെ സീജല്ലേ. അപ്പൊ നമ്മളെ ഈ സീജ മുണങ്ങനെ ആക്കുന്നുണ്ട്. എന്റെ മോനെ സീൻ ഇട്ടാ ഭയങ്കര പെർഫെക്ഷൻ ഇത് പന്നിന്റെ. നമ്മ എത്തി. സീജ അപ്പൊ വളരെ ടാങ്ക്. ഇനി നമ്മ മുന്നേറും, വിജയിക്കും. പിന്നെന്താ, നമ്മ തന്നെയല്ലേ വിജയിക്കുന്നത്. പിന്നെ ആര് വിജയിച്ചേ? അങ്കു ബൈക്കുന്നു, നീ ഇരിക്കും മുണ്ടാണിക്ക്. അപ്പൊ ഞാൻ പോയി ടാറ്റാ.
ഗൈസ് അപ്പോൾ നമ്മ എല്ലാം പണി ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മ ചെയ്യുന്നത് സ്റ്റോറി മോഡ് സീസൺ ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്യാമറമാനെ കാണിച്ചു തന്നിട്ടല്ല ഇതുവരെയായിട്ട്. നമ്മളെ ക്യാമറമാൻ്റെ ആടെ ആൾക്കാരോട് മുണ്ടെന്ന് ഞാനിപ്പോൾ വേണമെങ്കിൽ ഓനെ വിളിച്ചിട്ട് വരാം. എടാ ക്യാമറമാൻ ഇങ്ങോട്ട് പാടാ. ചേട്ടാ ഞാനിപ്പോൾ വരാം, ചേട്ടൻ കാത്തക്ക്. കണ്ട നടുവിലുണ്ടാണ് നമ്മളെ ക്യാമറമാൻ. ഗൈസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ സമയമായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ സ്റ്റോറി മോഡുമായി കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ.